എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. 5ാം ക്ലാസ്സിലെ പുതിയ SCERT പാർട്ട് 2 ബേസിക് സയൻസ് ബാക്കി ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം. പാർട്ട് 1 അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇത് കാണുക. ഇതിൽ നാല് ചാപ്റ്ററാണുള്ളത്. നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ നോക്കാം. ആദ്യത്തെ ചാപ്റ്ററാണ് കയ്യെത്തും ദൂരത്ത് ആകാശം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ പറയാം, അത് മാത്രം പഠിച്ചാൽ മതി. ഇവിടെ ഒരു കഥ പറയുന്നുണ്ട്. ആകാശത്ത് കാണുന്ന ഈ നക്ഷത്രക്കൂട്ടത്തിലെ ഓരോ നക്ഷത്രയും പരസ്പരം ബന്ധിച്ചാൽ ഒരു പെൺകുട്ടിയുടെ രൂപം സങ്കല്പിക്കാം. ഇതൊരു രാജകുമാരിയാണെന്നും അവരെ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുകയാണെന്നുമുള്ള കഥ ഗ്രീക്കുകാർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. ആൻഡ്രോമിഡ എന്നായിരുന്നു ആ രാജകുമാരിയുടെ പേര്. ഇതേ പേരിലാണ് ഈ നക്ഷത്രക്കൂട്ടം ഇന്നും അറിയപ്പെടുന്നത്. ജസ്റ്റ് ഓർത്തിരിക്കുക, പേരൊന്ന് ആൻഡ്രോമിഡ. ആദ്യം ചന്ദ്രൻ്റെ പറയാം. ഭൂമിയിൽ നിന്ന് 3.84 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ. ഭൂമിയിൽ നിന്ന് 3.84 ലക്ഷം കിലോമീറ്റർ അകലെയാണ്. PSC എളുപ്പം ചോദിക്കുക ഇതൊക്കെ. നമ്പർ ഓർത്ത് നോക്കുക. 3.84 ലക്ഷം അകലെയാണ് ചന്ദ്രൻ. അടുത്തത് ഭൂമി. 50 ചന്ദ്രനെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമുണ്ട്. ഭൂമിക്ക് 50 ചന്ദ്രനെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമുണ്ട്. 50 ചന്ദ്രന്. അടുത്തത് സൂര്യൻ. 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമുണ്ട് സൂര്യന്. 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമുണ്ട് സൂര്യന്. അകലം പഠിക്കണം. ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ. ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ. ഇമ്പോർട്ടൻ്റ് ആണ്. സൂര്യനാണെങ്കിൽ 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമുണ്ട്. ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ്. അടുത്തത് ഏറ്റവും അകലെയുള്ളത് ആൽഫ സെഞ്ചുറിയാണ്. 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമുണ്ട്. സൂര്യനാണെങ്കിൽ 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള. ആൽഫ സെഞ്ചുറി ആണെങ്കിൽ 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള വലിപ്പം. ഭൂമിയിൽ നിന്ന് 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ്. ഏറ്റവും അകലെയുള്ളത് ആൽഫ സെഞ്ചുറിയാണ്. 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ നമ്പേഴ്സൊക്കെ പഠിക്കണം. 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ് ആൽഫ സെഞ്ചുറി. സൂര്യനാണെങ്കിൽ 15 കോടി കിലോമീറ്റർ അകലെയാണ് ഭൂമിയിൽ നിന്ന്. ആൽഫ സെഞ്ചുറി ആണെങ്കിൽ 40 ലക്ഷം കോടി കിലോമീറ്ററാണ് അകലെയാണ് ആൽഫ സെഞ്ചുറി. ഇനി നമുക്ക് നക്ഷത്ര ഗണങ്ങളെ പരിചയപ്പെടാം. ആദ്യത്തേത് വേട്ടക്കാരൻ. ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണുന്ന നക്ഷത്രഗണമാണ് വേട്ടക്കാരൻ. ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ച ഒരു വേട്ടക്കാരൻ്റെ രൂപം സങ്കല്പിക്കാനാകും. ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിൻ്റെ പേരാണ് ഈ നക്ഷത്രഗണത്തിന് നൽകിയിരിക്കുന്നത്. ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണുന്ന നക്ഷത്രഗണമാണ് വേട്ടക്കാരൻ. അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിൻ്റെ പേരാണ് ഈ നക്ഷത്രഗണത്തിന് നൽകിയിരിക്കുന്നത്. ഇതാണ്. അടുത്ത നക്ഷത്രഗണമാണ് സപ്തർഷികൾ. ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രഗണമാണ്. ഏപ്രിൽ മാസത്തിലാണ് 7 നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാവുന്നതിനാലാണ് ഈ കൂട്ടത്തിൽ ഇന്ത്യയിൽ സപ്തർഷികൾ എന്ന പേര് വന്നത്. വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്നും ഇതിനു പേര് നൽകിയിട്ടുണ്ട്. ബിഗ് ഡിപ്പർ. അർസ മേജർ എന്ന നക്ഷത്രഗണത്തിൻ്റെ ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത്. സപ്തർഷികൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഏപ്രിൽ മാസത്തിലാണ് വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്നും ഇതിനു പേര് നൽകിയിട്ടുണ്ട്. അർസ മേജർ എന്ന നക്ഷത്രഗണത്തിൻ്റെ ഭാഗമാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. ഈ ഓർഡർ ഒന്ന് നോക്കി വെച്ചേക്കണം. ബുധൻ കഴിഞ്ഞ് ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് പോലെ ഭൂമിയും സൗരയൂഥത്തിലെ മറ്റ് ഗോളങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട്. ആകാശഗോളങ്ങളിലെ ഈ സഞ്ചാരപാതയാണ് പരിക്രമണ പഥം, ഓർബിറ്റ്. സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം. ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്രിമ ഉപഗ്രഹവും അതിൻ്റെ ഉപയോഗമാണ്. ഇൻസാറ്റ് വാർത്താവിനിമയത്തിനാണ്. എഡ്യൂസാറ്റ് വിദ്യാഭ്യാസം. IRNSS ഗതി നിർണയം. കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണം. അസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം. ജിസാറ്റ് 7 എമിസാറ്റ് പ്രതിരോധം. ഇൻസാറ്റ് വാർത്താവിനിമയം. എഡ്യൂസാറ്റ് വിദ്യാഭ്യാസം. IRNSS ഗതി നിർണയം. കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണം. അസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം. ജിസാറ്റ് 7 എമിസാറ്റ് പ്രതിരോധം. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം IRNSS
GPS സമാനമായി ഇന്ത്യ നിർമ്മിച്ച സംവിധാനമാണ് IRNSS. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ. സ്ഥാപിതമായത് 1963 നവംബർ 21. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ. സ്ഥാപിതമായത് 1963 നവംബർ 21. അടുത്ത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു. പ്രവർത്തനം ആരംഭിച്ചത് 1971 ഒക്ടോബറിലാണ്. 1971 ഒക്ടോബറിലാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ് വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ് വിക്രം സാരാഭായ്. ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്നും ചാന്ദ്രയാൻ്റെ ലാൻഡറിന് വിക്രം എന്നും പേര് നൽകിയത്. അടുത്ത സതീഷ് ധവാൻ. ഇസ്രോയുടെ ചെയർമാനായിരുന്നു സതീഷ് ധവാൻ. ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി. ഇദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായാണ് ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇനി ചാന്ദ്രയാത്രകളാണ്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളമായ ചന്ദ്രനിൽ എത്താൻ മനുഷ്യന് എന്നും ആഗ്രഹമുണ്ടായിരുന്നു. ഇത് സഫലമായത് 1969 ജൂലൈ 21-നാണ്. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് 1969 ജൂലൈ 21-നാണ്. നാസയുടെ അപ്പോളോ എന്ന ചാന്ദ്ര പര്യവേഷണ പേടകത്തിലാണ് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ആദ്യമായി ചന്ദ്രനിൽ എത്തിയത്. മൈക്കൽ കോളിൻസ് ആണ് ഇവർ സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചത്. ഇവിടെ അപ്പോളോ സെക്കൻഡ് എന്ന ഇവർ സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചത് മൈക്കൽ കോളിൻസ് ആണ്. PYQ ആണ്. അപ്പോളോ സെക്കൻഡ്. ബഹിരാകാശ വാരം 1957 ഒക്ടോബർ 4-ന് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് സ്പുട്നിക് 1. 1957 ഒക്ടോബർ 4-ന് സോവിയറ്റ് യൂണിയനാണ് വിക്ഷേപിച്ചത്. ഇതിൻ്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയാണ് ബഹിരാകാശ വാരമായി ആചരിക്കുന്നത്. സ്പുട്നിക് 1 വിക്ഷേപണത്തിൻ്റെയും 1967 ഒക്ടോബർ 10-ന് നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെ ഓർമ്മയ്ക്കായാണ് ഈ വാരാചരണം നടക്കുന്നത്. ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് സ്പുട്നിക് 1. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങളാണ്. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22-നാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. ചന്ദ്രൻ്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചന്ദ്രയാൻ 1 ചെയ്തത്. വിക്ഷേപണ ഡേറ്റ് ഓർക്കണം. 2008 ഒക്ടോബർ 22-ന് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. 2008 ഒക്ടോബർ 22-ന്. ചാന്ദ്രയാൻ 2 ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണമാണ്. വിക്ഷേപിച്ചത് 2019 ജൂലൈ 22. 2019 ജൂലൈ 22. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22. ചാന്ദ്രയാൻ 2 2019 ജൂലൈ 22-നാണ്. പാറകളുടെയും മണ്ണിൻ്റെയും പ്രത്യേകതകൾ പഠിക്കുകയായിരുന്നു ലക്ഷ്യം. ചാന്ദ്രയാൻ 3 ഇമ്പോർട്ടൻ്റ് ആണ്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് ചാന്ദ്രയാൻ 3. ഇത് 2023 ജൂലൈ 14-ന് വിക്ഷേപിച്ചു. 2023 ജൂലൈ 14-ന് വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 23-ന് ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി. 2023 ഓഗസ്റ്റ് 23-നാണ് ലാൻഡർ ഇറങ്ങിയത്. വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. 3 ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. മറ്റു ദൗത്യങ്ങളാണ് മംഗൾയാൻ ചൊവ്വ പര്യവേഷണം, ആദിത്യ L1 സൗര പര്യവേഷണം, ഗഗൻയാൻ ബഹിരാകാശ പര്യവേഷണം. മംഗൾയാൻ ചൊവ്വ പര്യവേഷണം, ആദിത്യ L1 സൗര പര്യവേഷണം, ഗഗൻയാൻ ബഹിരാകാശ പര്യവേഷണം. അടുത്ത ചാപ്റ്ററാണ് ഊർജ സ്രോതസ്സുകൾ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. ഫോസിൽ ഇന്ധനങ്ങളാണ് പ്രകൃതിവാതകം, ക്രൂഡ് ഓയിൽ, കൽക്കരി. പ്രകൃതിവാതകം, ക്രൂഡ് ഓയിൽ, കൽക്കരി.
കൊച്ചിൻ എയർപോർട്ട് പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കൊച്ചി. സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത്. അടുത്ത ചാപ്റ്റർ ഇന്ദ്രിയജാലം. ജ്ഞാനേന്ദ്രിയങ്ങൾ. ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധതരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട്. ഈ അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയാണ് മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ. പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നു. നേരിയ വെളിച്ചത്തിൽ പോലും അവയ്ക്ക് കാഴ്ച സാധ്യമാകും. പൂച്ചയുടെ കണ്ണുകളിൽ പ്രത്യേകതരം കോശങ്ങളുടെ ഒരു പാളിയുണ്ട്. അതാണ് രാത്രിയിൽ കണ്ണുകളുടെ തിളക്കത്തിന് കാരണം. രാത്രിയിൽ ഇര തേടുന്ന പല ജീവികളിലെയും കണ്ണുകൾക്ക് ഈ പ്രത്യേകതയുണ്ട്. ജസ്റ്റ് വായിക്കുക. മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ കണ്ണുകളാണ്. കഴുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാനും മൂങ്ങയ്ക്ക് സാധിക്കും. മരയോന്തിന് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നു. മരയോന്തിന് ചെങ്കണ്ണ് പകരുന്നത് സമ്പർക്കത്തിലൂടെയാണ്. അതിനാൽ രോഗി ഉപയോഗിച്ച വസ്തുക്കൾ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അടുത്തത് സ്നെല്ലൻ ചാർട്ടാണ്. കാഴ്ച പരിശോധിക്കാൻ സാധാരണമായി ഉപയോഗിച്ചു വരുന്ന ചാർട്ടാണ്. വലുപ്പത്തിലുള്ള അക്ഷരങ്ങളാണുള്ളത്. 1862 ഡച്ച് നേത്ര വിദഗ്ധനായ ഹെർമൻ സ്നെല്ലറാണ് ഇത് തയ്യാറാക്കിയത്. ഹെർമൻ സ്നെല്ലർ. വഴി കണ്ടെത്താൻ കണ്ണ് കാണാത്തവർക്ക് സഹായിക്കുന്ന ഉപകരണമാണ് സ്മാർട്ട് കെയിനും ഡിജിറ്റൽ ബ്രെയിൽ സ്ലേറ്റും. സ്മാർട്ട് കെയിനും ഡിജിറ്റൽ ബ്രെയിൽ സ്ലേറ്റും കണ്ണ് കാണാത്തവർക്ക് സഹായിക്കുന്ന ഉപകരണങ്ങളാണ്. സ്മാർട്ട് കെയിനും ഡിജിറ്റൽ ബ്രെയിൽ സ്ലേറ്റും. കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. ജന്മനാലുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള മാർഗമാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. ചെവിക്കുള്ളിലെ കോക്ലിയ മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയയാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. അടുത്ത ചാപ്റ്ററാണ് ജന്തുജാലങ്ങൾ. കുഴിയാന ആൻറ്റിലയൺ ലേസ്വിങ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാവയാണ് കുഴിയാന. പേരെന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്ക്. ആൻറ്റിലയൺ ലേസ്വിങ്. നിംഫ് എന്നാണ് വിളിക്കുന്നത്. നിംഫ് വിവിധ വളർച്ചാഘട്ടത്തിലൂടെ കടന്നുപോയി പൂർണ്ണ വളർച്ചയെത്തിയ ജീവിയായി മാറുന്നു. ഇതിനിടെ പലതവണ അതിൻ്റെ പുറംചട്ട പൊഴിച്ചു കളയുന്നുണ്ട്. ജസ്റ്റ് വായിച്ചാൽ മതി. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ചില ശലഭങ്ങളുടെ പേരാണ് നാരകശലഭം, അരളിശലഭം, വെള്ളിലത്തോഴി, എരിക്കുതപ്പി. ഊത്തകയറ്റം. ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ പ്രജനനം നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായി കൈത്തോടുകൾ, വയലുകൾ, ചെറുതടാകങ്ങൾ, കായലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയെ പറയുന്നതാണ് ഊത്തക്കയറ്റം. ജസ്റ്റ് ഓർത്ത് വെക്കുക, ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. ഊത്തക്കയറ്റം. കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു ഉഭയജീവി വിഭാഗമാണ് സിസിലിയനുകൾ. ജസ്റ്റ് പേരോർത്ത് വെക്കുക, സിസിലിയനുകൾ. ഇത്രയുള്ള ചാപ്റ്റർ. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് അടുത്ത ചാപ്റ്ററുമായി വരാം. താങ്ക്